ഇൻബോക്സിൽ ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെക്കോർഡിംഗ് ആയിട്ടുള്ളൊരു വോയിസ് അയക്കുന്നത്. എന്തൊക്കെ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം ചെയ്യാനുള്ള ക്രോം ഓപ്പൺ ആക്കുക. അതിനകത്ത് instantfunding.com എന്ന് സെർച്ച് ചെയ്യണം. ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വെബ്സൈറ്റ് കിട്ടും. ഇത് ഓപ്പൺ ആക്കുമ്പം മുകളിൽ തന്നെ ക്ലെയിം ചലഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്ലെയിം ചലഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ജിമെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്യാൻ പറയും. അപ്പം ജിമെയിൽ വെച്ച് സൈൻ ഇനും കാര്യങ്ങളും കൊടുക്കുക. അതിനുശേഷം നേരെ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു ഏരിയയിലായിരിക്കും ഇവരുടെ മെയിലും കാര്യങ്ങളും വന്ന് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഇവരുടെ മെയിൽ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ആഡ് കാർഡ് എന്ന് പറയും. അത് ഇവരുടെ കൂപ്പൺ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വാലറ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഐഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓൾറെഡി ആ ഒരു കൂപ്പൺ വന്നിട്ട് നമ്മൾ ഡണ്ണ് കൊടുത്ത് വിട്ടാൽ മതി. പക്ഷേ ആൻഡ്രോയിഡ് ആണെങ്കിൽ അതിൽ വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. വേറെ കുഴപ്പമൊന്നുമില്ല, വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം സക്സസ്ഫുള്ളായിട്ട് ഇത് ചെയ്ത് ആ കൂപ്പൺ ഇങ്ങനെ ഒരു QR കോഡ് ഓപ്പൺ ആയി വരും. അതിനുശേഷം ഒരു മെയിൽ വരും. മിക്കവാറും വരുന്നത് 15 മണിക്കൂർ സമയം എടുക്കുമെന്നാണ്. കാരണം ഒരുപാട് പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടൈം എടുക്കുമെന്ന് പറയുന്നത്. മിനിഞ്ഞാന്നൊക്കെ നമ്മൾ ചെയ്തപ്പോൾ ഒരു 3/4 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടൊക്കെ മിക്കുള്ളവർക്ക് അക്കൗണ്ട് കിട്ടിയായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ തൊട്ട് അവർ 10 മണിക്കൂറാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. ഇന്നിപ്പം 15 മണിക്കൂറായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ സമയം കഴിയുമ്പോൾ അവർ അക്കൗണ്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലിങ്ക് അയച്ചു തരും. അപ്പം 15 മണിക്കൂർ കഴിഞ്ഞ് അക്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെയിൽ അവരുടെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിനകത്ത് ക്ലെയിം യുവർ അക്കൗണ്ട് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പം നേരെ ഓപ്പണായി വരുന്നത് നമുക്ക് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ബോക്സാണ്. അക്കൗണ്ട് പർച്ചേസ് ചെയ്യാനുള്ള പേജ് ഓപ്പണായി വരും. അപ്പം അതിൽ നമുക്ക് മെറ്റാ ട്രേഡർ ആണോ, MT5 ആണോ, അതോ സി ട്രേഡർ ആണോ, നമ്മളിതിൽ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. നമുക്ക് കമ്മീഷൻ ഫ്രീ അക്കൗണ്ട് ആണോ, റാവ് സ്പ്രെഡ് ആണോ, ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ബില്ലിങ് കൊടുക്കാം. പക്ഷേ അവിടെ $0 എന്നായിരിക്കും കൊടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് വേറെ പൈസയൊന്നും ആവത്തില്ല. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ അക്കൗണ്ട് നമ്മുടെ കൈ കിട്ടും. നമ്മൾ ഈ ബില്ലിങ് കൊടുത്ത് കഴിയുമ്പം തന്നെ ഈ പേജ് റീഡയറക്റ്റ് ചെയ്ത് നേരെ ലോഗിൻ ചെയ്യാനായിട്ട് ചെല്ലും. പക്ഷേ നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ലോഗിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ രജിസ്റ്റർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ രജിസ്റ്റർ കൊടുക്കുക. അതിനകത്ത് നമ്മളെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പുതിയ പാസ്വേഡാണ്, അപ്പം നമ്മളത് മറക്കല്ല. പുതിയതായിട്ട് കൊടുക്കുന്ന പാസ്വേഡാണ്, ഇത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, പാസ്വേഡ് കൊടുത്ത് രജിസ്റ്റർ കൊടുക്കുമ്പം എഗെയിൻ ലോഗിൻ ചെയ്യാനായിട്ട് പറയും. ആ ലോഗിൻ പേജിൽ നമ്മുടെ മെയിൽ ID യും താഴെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുക്കണം. ഇത് രണ്ടും കൊടുത്ത് നമ്മൾ ഓക്കെ കൊടുത്താൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ഡാഷ്ബോർഡിലായിരിക്കും നമ്മൾ ചെല്ലുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഒന്നും കാണത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കിട്ടാനായിട്ട് കുറച്ചുകൂടെ ടൈം ചിലപ്പോൾ എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അക്കൗണ്ട് ആക്റ്റീവായി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മെയിലിൽ വരും. അക്കൗണ്ടിൻ്റെ ക്രെഡൻഷ്യൽസ്, പാസ്വേഡ്, ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മെയിലിലാണ് വരുന്നത്. അപ്പം അത് നമുക്ക് മെയിലിൽ കിട്ടിയതിന് ശേഷം നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, MT5ലോ സി ട്രേഡറിലോ ഏതിലാണെന്ന് വെച്ചാൽ നമുക്ക് ലോഗിൻ ചെയ്യാം. പിന്നെ ട്രേഡ്സും കാര്യങ്ങളും എടുത്തു തുടങ്ങാം. ഇതൊരു സിംഗിൾ ഫേസ് അക്കൗണ്ടാണ്, 5000 USD. ഇത് എന്തൊക്കെ റൂൾസാണ് പാലിക്കേണ്ടതെന്നുള്ളത് നമ്മളെ ഡാഷ്ബോർഡിനകത്ത് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ നോക്കി റൂൾസ് നോക്കിയിട്ട് ട്രേഡ്സ് ചെയ്താൽ മതി.